everyone, welcome to G-Pod. It's me, Nafi. Yes, എല്ലാവർക്കും മക്കളെ G-Podലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നാഫി. യെസ്, അപ്പോൾ നിങ്ങൾ ആദ്യം 2-3 കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് +1 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയോ ഇല്ലയോ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ +1 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുത്തോ, ആ അഡ്മിഷൻ ടെമ്പററി ആണോ പെർമനൻ്റ് ആണോ. മൂന്നാമത്തത്, നിങ്ങൾക്ക് ആഗ്രഹിച്ച സ്കൂളിൽ തന്നെയാണോ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയത്. ഈ 3 കാര്യം നിങ്ങൾ ആദ്യം ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പല കുട്ടികളുടെയും ഡൗട്ടാണ്, ഇനി +1 അലോട്ട്മെൻറ്റിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കുമോ. പലർക്കും ഇനിയും എഡിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അത് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് ഒരുപാട് കുട്ടികൾക്കുണ്ട്. അപ്പോൾ ഞാൻ അതിനൊരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡൗട്ടുള്ള കുട്ടികൾക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. ഇത്ര അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. അപ്പം നിലവിലെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് തേർഡ് അലോട്ട്മെൻറ്റ്, മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് വരെ +1ൻ്റെ ആപ്ലിക്കേഷൻ ഫോം എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. +1 അലോട്ട്മെൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഫോം എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പം നിലവിലെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് തേർഡ് അലോട്ട്മെൻറ്റ് അഥവാ മൂന്നാം അലോട്ട്മെൻറ്റ് വരെ +1 ആപ്ലിക്കേഷൻ ഫോം എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇനി അതിനുശേഷം വരാൻ പോകുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പറഞ്ഞാൽ ശരിക്കും ആർക്കാണ്, ഫസ്റ്റ് 3 അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് ക്ലാസ് ജൂൺ 18 സ്റ്റാർട്ട് ചെയ്യും. ജൂൺ 18 ശേഷമാണ് എന്ത് വരിക, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരിക. അപ്പോൾ അത്രയും കാലം സീറ്റ് കിട്ടാത്ത ആളുകൾക്കുള്ള, ഈ 3 അലോട്ട്മെൻറ്റിൽ എവിടെയും സീറ്റ് കിട്ടാത്ത ആളുകൾക്കുള്ള ഒരു അലോട്ട്മെൻ്റ് ആണ് എന്ത്, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറയാം. ആ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് സമയത്തായിരിക്കും മിക്കവാറും ഇനി ഒരു എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരാനുള്ള സാധ്യത. അതും വരുമെന്ന് ഉറപ്പില്ല. ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് സമയത്ത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്ത് ചെയ്തേക്കാം, വന്നേക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് സമയത്ത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നേക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ സമയത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഇതൊരു അഡ്മിഷൻ കിട്ടാത്ത ആളുകൾക്ക് മാത്രമായിരിക്കും ആ ഒരു ഓപ്ഷൻ ഉണ്ടാകുന്നുള്ളൊരു കാര്യം ഓർത്ത് വെക്കുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഡൗട്ടാണ്, പല കുട്ടികൾക്കും അവർ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അവരെ ഇഷ്ടമില്ലാത്ത സ്കൂൾ അങ്ങോട്ട് വെച്ചു. വെറുതെ ചില കുട്ടികൾ തമാശയൊക്കെ തോന്നുന്നുണ്ട്, ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ട്, സാറേ ഞാൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എനിക്ക് ആഗ്രഹമില്ലാത്ത സ്കൂളായിരുന്നു വെച്ചത്, എനിക്കിത് കിട്ടി, ഞാൻ എന്താ ചെയ്യാൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ വെച്ച സ്കൂൾ തന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, പല കുട്ടികളും ചോദിക്കുന്ന കാര്യം, സാറേ ഞാൻ ഫസ്റ്റ് വെച്ച സ്കൂളിൽ നിന്ന്, ഫസ്റ്റ് ഓപ്ഷൻ വെച്ച സ്കൂളിൽ നിന്ന് എനിക്ക് കിട്ടി, അതിൽ ആഗ്രഹിച്ച, ഞാൻ ആ സ്കൂൾ തീരെ താല്പര്യമില്ലാത്ത സ്കൂളായിരുന്നു, ഞാൻ വെറുതെ കൊടുത്തായിരുന്നു, പക്ഷേ എനിക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടി, എന്താ ചെയ്യുക. അങ്ങനത്തെ ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആ കാര്യം കൂടി എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ ആളുകൾ ചിലപ്പോൾ അവർക്ക് സ്കൂൾ മാറാനൊരു അവസരം ലഭിച്ചേക്കാം, അതാണ് ട്രാൻസ്ഫർ. പക്ഷേ ട്രാൻസ്ഫർ നിങ്ങൾ സ്കൂൾ തുറന്നതിന് ശേഷം മാത്രമേ ട്രാൻസ്ഫറിനുള്ള ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. അത് വേറെ സ്കൂളിലേക്കോ വേറെ സ്ട്രീമിലേക്കോ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ ട്രാൻസ്ഫർ ആകാൻ ഉദ്ദേശിക്കുന്ന സ്കൂളോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടാൻ ഉദ്ദേശിക്കുന്ന സ്ട്രീമിലോ സീറ്റ് ഒഴിവുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ചെയ്യാൻ പറ്റുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഇനിയിപ്പോൾ +1 അലോട്ട്മെൻറ്റ് ആപ്ലിക്കേഷൻ ഫോമിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നിലവിലെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച്, ഇവൻ വേറെ നോട്ടിഫിക്കേഷൻ വന്നാൽ നമുക്ക് നോക്കാം, നിലവിലെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് തേർഡ് അലോട്ട്മെൻറ്റ് വരെ എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി ഇതുവരെ 3 അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ എഡിറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതുവരെ സീറ്റ് കിട്ടാത്ത ആളുകൾക്ക്, അതായത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ആഗ്രഹിക്കുന്ന ആളുകൾക്കായിരിക്കും ആ സമയത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, മാക്സിമം ഫ്രണ്ട്സിലേക്ക് വീഡിയോ എത്തിച്ചോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.